ചുറ്റും നടക്കുന്ന അതിക്രമങ്ങൾ തുറന്നുകാട്ടാൻ, നീതി നിഷേധത്തിനെതിരായ ശബ്ദമാകാൻ, ദേശവിരുദ്ധർക്കെതിരെയുള്ള മുന്നറിയിപ്പാകാൻ ജനസമക്ഷം കാക്കിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് സ്കൂൾ കേന്ദ്രീകരിച്ച് MDMA കച്ചവടം നടത്തിയയാളെ പോലീസ് പിടികൂടി. വർക്കല ചെറിയന്നൂർ സ്വദേശി മുകേഷിനെയാണ് വർക്കല പോലീസ് പിടികൂടിയത്. വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന MDMA പിടിച്ചെടുത്തു. ഏറെ നാളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ചെറുന്നിയൂർ ശാസ്ത്രനട കുന്നിക്കോട് സ്വദേശി മനു എന്ന് വിളിക്കുന്ന മുകേഷ്. നിരന്തരം സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ഇയാൾ MDMA വിദ്യാർത്ഥികൾക്ക് വിൽക്കുന്നുവെന്ന രഹസ്യ വിവരം പോലീസിന് ലഭിച്ചിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ ഇയാളുടെ വീട്ടിൽ നിന്ന് വൻതോതിൽ MDMA പിടിച്ചെടുത്തു. തുടർന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പ്രദീപ്, വർക്കല ASP ദീപക് ധൻകർ എന്നിവരും പരിശോധനാ സംഘത്തിന്റെ ഭാഗമായി. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് അത്തോളിയിൽ വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് വീട്ടമ്മയെ കുത്തിക്കൊല്ലാൻ ശ്രമം. സംഭവത്തിൽ യുവതിയുടെ പരാതിയിൽ അത്തോളി സ്വദേശി മഷൂദിനെതിരെ വധശ്രമത്തിന് കേസെടുത്തു. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അത്തോളി സ്വദേശിയായ യുവതിക്കാണ് വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ കഴുത്തിന് കുത്തേൽക്കുന്നത്. കേസിലെ പ്രതി മഷൂദും വിവാഹിതയും 2 മക്കളുടെ അമ്മയുമായ യുവതിയും തമ്മിൽ മാസങ്ങൾക്ക് മുൻപാണ് പരിചയപ്പെടുന്നത്. പിന്നീട് ആ ബന്ധം സൗഹൃദമായി വളർന്നു. അതിനിടയിലാണ് മഷൂദ് യുവതിയോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നത്. എന്നാൽ യുവതി വിവാഹാഭ്യർത്ഥന നിരസിച്ചു. ഇതിൽ പക തോന്നിയ മഷൂദ് യുവതിയെ വകവരുത്താൻ തീരുമാനിച്ചു. ഫർദ ഷോപ്പ് ജീവനക്കാരിയായ യുവതി ജോലി കഴിഞ്ഞു വരുന്ന സമയം നോക്കി മഷൂദ് വഴിയിൽ കാത്തുനിന്നു. മറ്റാരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച കഴുത്തിന് കുത്തി. യുവതി ഒച്ചവെച്ചതോടെ മഷൂദ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. കഴുത്തിൽ ഷാളിട്ടിരുന്നതുകൊണ്ട് ആഴത്തിൽ മുറിവേൽക്കാതെ യുവതി രക്ഷപ്പെട്ടു. സംഭവത്തിൽ യുവതിയുടെ പരാതിയിൽ അത്തോളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മഷൂദ് ഇപ്പോഴും ഒളിവിലാണ്. ജനം, കോഴിക്കോട്. വയനാട്ടിൽ വൻ കഞ്ചാവ് വേട്ട. കൽപ്പറ്റയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 10 കിലോയോളം കഞ്ചാവുമായി മേപ്പടി സ്വദേശി പിടിയിലായി. കള്ളടി നെല്ലിപ്പറമ്പിൽ വീട്ടിൽ അനിൽകുമാർ എന്ന അൻസീനെയാണ് ജില്ലാ നാർക്കോട്ടിക് സെൽ DYSP ജോഷി ജോസിന് കീഴിലെ ലഹരി വിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത്. വയനാട്ടിൽ ദിനംപ്രതി ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഇതേ തുടർന്ന് നടത്തിവരുന്ന പരിശോധനയിലാണ് 10 കിലോ കഞ്ചാവ് പിടികൂടുന്നത്. കൽപ്പറ്റ പുതിയ സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് ട്രോളി ബാഗുമായി സംശയാസ്പദമായി കണ്ട അസീസിനെ പരിശോധിച്ചപ്പോഴാണ് ട്രോളി ബാഗിൽ നിന്നും കഞ്ചാവ് കണ്ടെടുത്തത്.
ജില്ലയിലും പുറത്തുമായി നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് അസീസ്. ദീർഘകാലം ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്ന ഇയാൾ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതോടെ പോലീസിന്റെ നിരീക്ഷണ വലയത്തിലായിരുന്നു. ലഹരിക്കടത്ത് സംഘങ്ങളെ കേന്ദ്രീകരിച്ച് പോലീസ് നിരീക്ഷണം നടത്തിവരികയാണെന്നും ലഹരി ഉപയോഗം, വിൽപ്പന എന്നിവ തടയുന്നതിനാവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ജനം, വയനാട്. മുംബൈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന പണം തട്ടാനുള്ള യുവാവിന്റെ പ്ലാൻ പൊളിച്ചടുക്കി തൃശൂർ പോലീസ്. യൂണിഫോമിൽ വീഡിയോ കോൾ ചെയ്യുന്ന തട്ടിപ്പ് സംഘത്തിലെ ഒരാൾ വിളിച്ചത് തൃശൂർ പോലീസ് സൈബർ സെല്ലിലേക്ക്. My camera is not working properly, sir. Move your camera a bit down. Yes. नमस्कार ये छोड़ दो भाई, ये काम छोड़ दो, आपको अच्छी तरह से नहीं चलेगा, समझा? आपका लोकेशन मुझे मिला है, आपका एड्रेस मुझे मिला है, सब कुछ मुझे मिला है, ये साइबर सेल है भाई. മുംബൈയിൽ നിന്നുള്ള തട്ടിപ്പ് സംഘത്തിലെ വ്യക്തി പോലീസ് യൂണിഫോമിൽ വീഡിയോ കോൾ ചെയ്യുകയായിരുന്നു. കോൾ സ്വീകരിക്കുന്ന ആളോട് തന്റെ ക്യാമറ നേരെ വയ്ക്കാൻ തട്ടിപ്പുകാരൻ ആവശ്യപ്പെട്ടു. എന്നാൽ തൃശൂർ സൈബർ സെൽ SI ആണ് താൻ വിളിക്കുന്നതെന്ന് തട്ടിപ്പുകാരൻ അറിഞ്ഞില്ല. ക്യാമറ നേരെ വെക്കണമെന്ന് തട്ടിപ്പുകാരൻ പറഞ്ഞപ്പോൾ ഫോണിലെ ക്യാമറ നല്ലതല്ലെന്ന് പറഞ്ഞ SI പെട്ടെന്ന് മുഖം കാണിച്ചു. യഥാർത്ഥ പോലീസിന് മുന്നിൽ താൻ കുടുങ്ങിയെന്ന് മനസ്സിലായ വ്യാജൻ ഞെട്ടി. സംഭവത്തിന്റെ വീഡിയോ ട്രോൾ രൂപത്തിൽ തൃശൂർ സിറ്റി പോലീസ് സമൂഹ മാധ്യമങ്ങളിലും പങ്കുവച്ചിട്ടുണ്ട്. Hello. हाँ सर, Where are you? my camera is not working properly, sir. Move your camera a bit down. नमस्कार ये छोड़ दो भाई, ये काम छोड़ दो, आपको अच्छी तरह से ജനം, തൃശൂർ. समझा? आपका लोकेशन ഇടുക്കി കുമളിയിൽ ഇസ്രായേൽ സഞ്ചാരിയെ കാശ്മീരി വ്യാപാരികൾ അപമാനിച്ച സംഭവത്തിൽ പോലീസിന്റെ ഗുരുതര വീഴ്ചയെന്ന് റിപ്പോർട്ട്. സംഭവ സ്ഥലത്ത് എത്താനോ കേസെടുക്കാനോ പോലീസ് തയ്യാറായില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് വിവിധ രഹസ്യാന്വേഷണ ഏജൻസികൾ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. സംഭവം വിവാദമായതോടെ കാശ്മീരി വ്യവസായികൾ നാടുവിട്ടു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് കുമളിയിൽ മുസ്ലിം മതവിശ്വാസികളായ കാശ്മീരി സ്വദേശികൾ നടത്തുന്ന വ്യാപാര സ്ഥാപനത്തിൽ ഇസ്രായേലി സ്വദേശിനിയെ അപമാനിച്ചിറക്കി വിട്ടത്. വ്യാപാര സ്ഥാപനത്തിലുള്ളത് ഇസ്രായേൽ വംശജനാണെന്ന് മനസ്സിലാക്കിയ കടയുടമ ഹയാസ് അഹമ്മദ് റാത്തർ ഇസ്രായേലികർക്ക് സാധനം നൽകില്ലെന്നും ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. സംഭവം വിവാദമായിട്ടും വിഷയത്തിൽ പോലീസ് ഇടപെടലുണ്ടായില്ല. ഇന്ത്യയിലെത്തുന്ന ഇസ്രായേലി പൗരന്മാർക്ക് പ്രത്യേക സംരക്ഷണവും പരിഗണനയും ഏർപ്പെടുത്തണമെന്ന കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശം നൽകിയിരുന്നു. ഇത് നിലനിൽക്കെയാണ് സംസ്ഥാന സർക്കാരും പോലീസും സംഭവത്തെ നിസ്സാരവൽക്കരിച്ചത്. ഇസ്രായേലികളെ അപമാനിച്ച കാശ്മീരി വ്യാപാരികളുടെ പശ്ചാത്തലമോ മറ്റ് ബന്ധങ്ങളോ അന്വേഷിക്കാൻ പോലീസ് തയ്യാറായില്ല. സംഭവം പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും സ്ഥലത്തെത്തി അവർ പരിശോധനയും നടത്തിയില്ല. പോലീസിന്റെയും സർക്കാരിന്റെയും വീഴ്ച സംബന്ധിച്ച് വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. കാശ്മീരി വ്യാപാരികളുടെ പശ്ചാത്തലവും അന്വേഷണ വിധേയമാക്കിയിട്ടുണ്ട്. പ്രശ്നക്കാരായ കാശ്മീരി വ്യാപാരികൾക്ക് സ്ഥാപനം ഇനി വിട്ടുനൽകില്ല എന്ന നിലപാടിലാണ് കെട്ടിടമുടമ. അതേസമയം കാശ്മീരി വ്യാപാരികൾ കുമളിയിൽ കച്ചവടം നടത്തുന്നത് വ്യാപാര വ്യവസായ ഏകോപന സമിതി വിലക്കി. ഇതോടെ പ്രശ്നക്കാരായ കാശ്മീരി വ്യാപാരികൾ നാടുവിട്ടിരിക്കുകയാണ്. ജനം, ഇടുക്കി. തിരുവനന്തപുരം ആരനാട് കേന്ദ്രീകരിച്ച് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. മേഖലയിൽ ഒപ്റ്റിക്കൽ കേബിളുകളടക്കം നിരന്തരം നശിപ്പിക്കുന്നു. സ്വകാര്യ ചാനലിന്റെ ലക്ഷങ്ങൾ വില വരുന്ന ഒപ്റ്റിക്കൽ ഫൈബറും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. തലസ്ഥാന
സംസ്ഥാനത്തിന്റെ ഗ്രാമീണ മേഖലകൾ സാമൂഹ്യവിരുദ്ധർ കീഴടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആര്യനാട് സാമൂഹ്യവിരുദ്ധർ കേബിളുകൾ നശിപ്പിച്ചു. നിരന്തരമായി ഈ മേഖലകൾ സാമൂഹ്യവിരുദ്ധർ താവളമാക്കുകയാണ്. സ്വകാര്യ TV ചാനലിന്റെ ഇറവൂർ മുതൽ പറങ്ങോട് വരെയുള്ള 1.5 കിലോമീറ്ററോളം വരുന്ന ഭാഗത്തെ ഒപ്റ്റിക്കൽ ഫൈബറുകളും സംഘം നശിപ്പിച്ചു. ഏകദേശം 1.5 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് സംഘം വരുത്തിയിട്ടുള്ളത്. ഈ പ്രദേശത്ത് 1000-ഓളം ഇന്റർനെറ്റും 2000-ഓളം കണക്ഷനുകളുമാണ് നിലവിലുള്ളത്. കേബിൾ TV സംപ്രേഷണം പൂർണ്ണമായും നിശ്ചലമായി. സാമൂഹിക വിരുദ്ധന്മാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് RR കേബിൾ നെറ്റ്വർക്ക് ഉടമ ആര്യനാട് പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് സൂചന. ജനം, തിരുവനന്തപുരം. ക്ഷേത്രങ്ങളിലും കടകളിലും കവർച്ച പതിവാക്കിയ മോഷ്ടാവ് കോഴിക്കോട് പിടിയിൽ. കരുവിശ്ശേരി സ്വദേശി ജോഷിത്തിനെയാണ് സിറ്റി ക്രൈം സ്ക്വാഡ് പിടികൂടിയത്. പൂവാട്ടുപറമ്പ് മുതൽ ചൂലൂർ വരെ ഒറ്റ രാത്രിയിൽ നിരവധി മോഷണങ്ങൾ നടത്തിയ യുവാവിനെയാണ് മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ ഉമേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. കരുവിശ്ശേരി മുണ്ടിയാടിത്താഴം സ്വദേശിയായ കുട്ടൂസൻ എന്ന ജോഷിത്താണ് പിടിയിലായത്. പുലർച്ചെ എരഞ്ഞിപ്പാലം കൊണ്ടൂരുനാഗത്താൻകാവിന്റെ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം നടത്തവെയാണ് പോലീസ് പിടികൂടിയത്. പെട്ടെന്ന് പണം സമ്പാദിക്കാനാണ് ഒരു ദിവസം തന്നെ ഇത്രയധികം മോഷണം നടത്തുന്നതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. രാത്രിയിൽ മുഖംമൂടിയും കയ്യുറയും ധരിച്ച് ബൈക്കിൽ മോഷണത്തിനിറങ്ങുന്ന പ്രതി ആദ്യം കാണുന്ന അമ്പലത്തിൽ കയറി കവർച്ച നടത്തിയ ശേഷമാണ് മോഷണ പരമ്പര ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് ഭാഗത്തെ അലുമ്പിലാക്കൽ അമ്പലത്തിൽ കവർച്ച നടത്തിയ ശേഷം പ്രതി പെരുവയൽ കട്ടയാട് അമ്പലത്തിൽ മോഷണം നടത്തിയിരുന്നു. തുടർന്ന് ചെറുപ്പയിലുള്ള ഹാർഡ്വെയർ ഷോപ്പ് കുത്തിത്തുറന്ന് മോഷണം നടത്തി. അതിനുശേഷം മാവൂരിലെത്തി മിൽമ ബൂത്ത് കുത്തിത്തുറന്നും കവർച്ച നടത്തി. അതിനുശേഷം സംഗീതംകുനിയിൽ ശിവക്ഷേത്രത്തിലും മോഷണം നടത്തിയിരുന്നു. തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ രഹസ്യമായി താമസിക്കുകയായിരുന്നു. പയ്യോളി, നടുവണ്ണൂർ ഭാഗങ്ങളിലെ കടകളിലും പ്രതി മോഷണം നടത്തിയതായി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഒരു വർഷം മുമ്പ് ചെറുപ്പയിലെ അതേ കടയിൽ മറ്റൊരു സംഘത്തോടൊപ്പം മോഷണം നടത്തിയിരുന്നെങ്കിലും പോലീസിന് പരാതി ലഭിച്ചിരുന്നില്ല. ഇത്തവണയാണ് കട ഉടമ പരാതി നൽകിയത്. പ്രതിയുടെ മുൻകാല ചരിത്രം പരിശോധിച്ച സിറ്റി ക്രൈം സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കോഴിക്കോട് സിറ്റി, റൂറൽ, കണ്ണൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ നിരവധി സ്റ്റേഷനുകളിൽ വാഹനമോഷണം, ബാറ്ററി മോഷണം, അമ്പലമോഷണം, ഭണ്ഡാരമോഷണം തുടങ്ങിയ നിരവധി കേസുകളിലെ പ്രതിയാണ് ഇയാൾ. മോഷണത്തിന് ഉപയോഗിക്കുന്ന കയ്യുറയും മറ്റ് ആയുധങ്ങളും പോലീസ് പിടികൂടിയിട്ടുണ്ട്. മറ്റാരുടെയെങ്കിലും സഹായം ലഭിക്കുന്നുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ജനം, കോഴിക്കോട്. ആക്രമിച്ച് മോഷണം നടത്തുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള കുറുവ സംഘം എറണാകുളം വടക്കൻ പറവൂരിൽ എത്തിയതായി സംശയം. തൂയിത്തറ പാലത്തിന് സമീപം കുറുവ സംഘമെന്ന് സംശയിക്കുന്നവരുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. 5 വീടുകളിൽ മോഷണ ശ്രമവും നടന്നിട്ടുണ്ട്. ബുധനാഴ്ച വെളുപ്പിന് 2 മണിയോടെ ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴാണ് മോഷണ ശ്രമം അറിഞ്ഞത്. വീടിന്റെ പിൻവാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തു കയറാനായിരുന്നു മോഷ്ടാക്കളുടെ ശ്രമം. 2ൽ കൂടുതൽ ആളുകൾ സംഘത്തിൽ ഉണ്ടായിരുന്നുവെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ പ്രദേശത്തെ 5ഓളം വീടുകളിൽ കയറാനുള്ള ശ്രമം നടന്നിട്ടുമുണ്ട്. വടക്കേക്കര പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു.
CCTVയിൽ പതിഞ്ഞിരിക്കുന്നത് കുർവ സംഘത്തെ തന്നെയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴയിൽ നടന്ന മോഷണങ്ങൾക്ക് പിന്നിൽ കുർവ സംഘമാണെന്ന സൂചനകളുണ്ടായിരുന്നു. 10ലധികം മോഷണമാണ് മണ്ണാഞ്ചേരി, പുന്നപ്ര അടക്കമുള്ള സ്ഥലങ്ങളിൽ നടന്നത്. അർദ്ധനഗ്നരായി മാരകായുധങ്ങളുമായി എത്തുന്നവരാണ് കുർവ സംഘം. മോഷണത്തിനിടെ വീട്ടുകാർ ഉണർന്നാലും ചെറുത്തുനിൽപ്പിന് ശ്രമിച്ചാലും ആക്രമിച്ചു കൊലപ്പെടുത്താൻ പോലും മടിയില്ലാത്തവരാണ് കുർവ സംഘം. തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിൽ നിന്നുമെത്തി മോഷണങ്ങൾ നടത്തുന്നവരാണ് തുടക്കത്തിൽ എത്തിയിരുന്നതെങ്കിൽ തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള അക്രമികളായ മോഷ്ടാക്കളെ പൊതുവെ കുർവ സംഘങ്ങളെന്നാണ് വിളിക്കുന്നത്. പകൽ സമയങ്ങളിൽ മറ്റു ജോലികൾക്കെന്ന പേരിൽ കറങ്ങി വീടുകൾ കണ്ടുവച്ച് രാത്രി മോഷണത്തിനെത്തുന്നതാണ് രീതി. പുറവശത്തുള്ള സൗണ്ട് കേട്ടേന്ന് വെച്ചാൽ പുറവശത്ത് വാതിലാണെന്ന് കേട്ടെന്ന് വെച്ചാൽ നോക്കി കഴിഞ്ഞപ്പോ വാതിൽ അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ അടി നോക്കിയപ്പോ കുറ്റി ഇളക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മുകളിൽ കുറ്റി ഉണ്ടായതുകൊണ്ട് വാതിൽ അവർക്ക് തുറക്കാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ ചുറ്റോട്ട് ലൈറ്റ് ഇട്ടു. പിന്നെ ഫ്രണ്ടിൽ അനിയന്റെ വീടുണ്ട്. അനിയനെ വിളിച്ചു വരുന്നത്. അപ്പൊ 1-2 ആളുകൾ വന്നതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയുള്ളൂ. അപ്പോഴത്തേനും അവിടെ ആരും ഉണ്ടായെന്നെ ഒരു ഇതൊന്നുമില്ല. പ്രായമായവർ താമസിക്കുന്ന വീടുകളും ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലെ ഒറ്റപ്പെട്ട വീടുകളും മനസ്സിലാക്കി പകൽ അടയാളമിട്ട് മടങ്ങും. കോയമ്പത്തൂർ, മധുര, തഞ്ചാവൂർ എന്നിവിടങ്ങളിലെല്ലാം കുർവ സംഘത്തിന്റെ കേന്ദ്രങ്ങളുണ്ട്. ആലപ്പുഴയിലാണ് ഇവർ കൂടുതൽ മോഷണങ്ങൾ നടത്തിയിട്ടുള്ളതെങ്കിലും എറണാകുളത്ത് കുർവ സംഘം ചില മോഷണങ്ങൾ നേരത്തെ നടത്തിയിട്ടുണ്ട്. ജനം, കൊച്ചി. ആലപ്പുഴയിൽ കുർവ സംഘം കവർച്ച തുടരുന്നു. പുന്നപ്പറയിൽ ഇന്നലെയും കുർവ സംഘം എത്തിയതായി സംശയം. പിടികൂടാനുള്ള ശ്രമത്തിനിടെ യുവാവിനെ മർദ്ദിച്ച് മോഷ്ടാവ് രക്ഷപ്പെട്ടു. മണ്ണഞ്ചേരിയിലും കോമളപുരത്തും വീടുകൾ കുത്തിത്തുറന്ന് കവർച്ച നടത്തുന്ന കുർവ സംഘത്തെ പിടികൂടുന്നതിനായി അന്വേഷണം നടത്തുന്നതിനിടെയാണ് പുന്നപ്ര പറവൂരിലും മോഷണം നടന്നത്. വീടിന്റെ അടുക്കള വാതിൽ കുത്തിത്തുറന്ന മോഷ്ടാക്കൾ ഉറങ്ങിക്കിടന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും ആഭരണങ്ങൾ കവർന്നു. കുർവ സംഘമാണ് മോഷണം നടത്തിയതെന്ന് പോലീസ് പറയുന്നു. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ രാത്രികാല പരിശോധന നടത്തുന്നതിനിടയിലാണ് ഇന്നലെ മോഷ്ടാക്കളിൽ ഒരാളെ പിടികൂടിയത്. പിടികൂടുന്നതിനിടയിൽ മോഷ്ടാവ് യുവാവിന്റെ മുഖത്ത് മർദ്ദിച്ച് രക്ഷപ്പെട്ടു. കുർവ സംഘങ്ങൾ കവർച്ച തുടരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് അറിയിച്ചു. പകൽ സമയങ്ങളിൽ മറ്റ് ജോലികൾ തേടി നടക്കുകയും സാധനങ്ങൾ വിൽക്കാൻ വീടുകളിൽ എത്തുകയും ചെയ്യുന്നവരാണ് കുർവ സംഘത്തിൽപ്പെട്ടവർ. അതിനാൽ സംശയകരമായ സാഹചര്യത്തിൽ ആരെങ്കിലും കണ്ടാൽ പോലീസിനെ വിവരമറിയിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനം, ആലപ്പുഴ. പോലീസിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് SFI പ്രവർത്തകർ. ലഹരി പരിശോധന നടത്തിയ പോലീസിനെ കൊണ്ടാണ് മാപ്പ് പറയിച്ചത്. കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ പ്രവർത്തിക്കുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ പരിശോധന. കൊയിലാണ്ടി ASI ജമീലയാണ് SFIക്കാരോട് മാപ്പ് പറഞ്ഞത്. ഒന്നും ചെയ്യില്ല. ഞാൻ മാപ്പ് പറയണം മക്കളെ, മാപ്പ് എന്നോട് എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയിക്കോട്ടെ, മാപ്പ് ഇട്ടോ, മോൻ പോയിക്കോ, മാപ്പ് ഇട്ടോ, മാപ്പ് എല്ലാത്തിനും മാപ്പ്. ഇനി എന്താ മോനെ, മാപ്പ് ഇട്ടോ, മാപ്പ് ഇട്ടോ, കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് പരിശോധന കർശനമാക്കിയത്. ഇതിനിടയിലാണ് ചില വിദ്യാർത്ഥികൾ മണിക്കൂറുകളോളം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചെലവഴിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ വിദ്യാർത്ഥികളുടെ കൈകളിൽ ലഹരി മരുന്നുണ്ടോ എന്ന പരിശോധനയും പോലീസ് നടത്തിയിരുന്നു. ഇതറിഞ്ഞ് സംഭവ സ്ഥലത്തെത്തിയ SFI പ്രവർത്തകരാണ് പോലീസിനോട് തട്ടിക്കയറിയത്. വിദ്യാർത്ഥികളുടെ കൈകളിൽ ലഹരി മരുന്നില്ലെന്നും പരിശോധന നടത്തിയതിൽ പോലീസ് മാപ്പ് പറയണമെന്നുമായിരുന്നു SFI പ്രവർത്തകരുടെ ആവശ്യം. ഒടുവിൽ പോലീസ് SFI പ്രവർത്തകർക്ക് മുന്നിൽ മാപ്പ് പറഞ്ഞു. ഒന്നും ചെയ്യില്ല. ഞാൻ മാപ്പ് പറയണം മക്കളെ, മാപ്പ് എന്നോട് എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയിക്കോട്ടെ, മാപ്പ് ഇട്ടോ, മോൻ പോയിക്കോ, മാപ്പ് ഇട്ടോ, മാപ്പ് എല്ലാത്തിനും മാപ്പ്. ഇനി എന്താ മോനെ, മാപ്പ് ഇട്ടോ, മാപ്പ് ഇട്ടോ, അവിടെയുണ്ടായിരുന്ന മറ്റു വിദ്യാർത്ഥികളോട് കൊയിലാണ്ടി ASI ജമീല മാപ്പ് പറയുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി കേൾക്കാം. സർക്കാരിന്റെയും ഡിവൈഎഫ്ഐയുടെയും തണലാണ് SFI പ്രവർത്തകരുടെ ഈ അഹങ്കാരത്തിന് കാരണമെന്ന് കണ്ടുനിന്ന നാട്ടുകാർ പറഞ്ഞു.
ഗുരുദേവ കോളേജിൽ പ്രിൻസിപ്പാളിനെ ആക്രമിച്ചവർ തന്നെയാണ് പോലീസിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച സംഭവത്തിലുമുള്ളത്. ജനം, കോഴിക്കോട്. ക്രിമിനൽ കേസുകൾ ഒതുക്കി തീർക്കാൻ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥ മാഫിയ സംഘം. രഹസ്യ സംവിധാനം പ്രവർത്തിക്കുന്നത് CPM അനുകൂല സർവീസ് സംഘടന പ്രസിഡന്റ് ഹണിയുടെ നേതൃത്വത്തിൽ. സംഭവം നടന്നത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരിക്കെ. ശബ്ദ സംഭാഷണം ജനൻ TVക്ക് ലഭിച്ചു. അതെ, ഇവിടത്തെ കഴിഞ്ഞ പരിപാടികള് സംഭവം ഇനി ഒരനക്കം ഉണ്ടാവില്ല. പ്രാഥമിക ഒന്നും അവരോട് അങ്ങനെ പറയണ്ട. പ്രാഥമിക അന്വേഷണങ്ങൾ നടക്കും. പക്ഷെ വേറെ നമ്മുടെ ഒരാളെ പോലും ഇനി പ്രതിയാക്കില്ല. വലിയ പുലിവല്ലാത്ത രീതിയിൽ അവസാനിപ്പിക്കും. ഇത് പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ച് വ്യാജ കള്ള് നിർമ്മാണ കേന്ദ്രം എക്സൈസ് റെയ്ഡ് ചെയ്തതിനു ശേഷം സംഭവം ഒതുക്കി തീർക്കാൻ ഹണിയുടെ നേതൃത്വത്തിൽ നടന്ന ഇടപാടുകളുടെ വിവരമാണ്. നിലവിലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരിക്കെയാണ് ഈ ഇടപാടുകൾ നടന്നതായി ശബ്ദരേഖയിൽ വ്യക്തമാകുന്നത്. കോടതിയിൽ പിന്നെ എക്സൈസിന്റെ ഭാഗത്തു നിന്നുള്ള ജാമ്യം അങ്ങനത്തെ കേസുകൾ അന്വേഷണം ക്രൈംബ്രാഞ്ച് നെൽസനെ വിളിച്ചു. മറ്റേ മന്ത്രിയുടെ PS വന്നു, ഗോവിന്ദൻ മാസ്റ്റർ, പറഞ്ഞു. പിന്നെ നമ്മുടെ ഹണി സാറ്, പിന്നെ വേറെ 2 ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെ 4-5 ഉദ്യോഗസ്ഥന്മാരെ ഇരുന്നിട്ടാണ് ഡീൽ ചെയ്ത്. അന്ന് MV ഗോവിന്ദന്റെ PA ആയിരുന്ന VPP മുസ്തഫയും ഈ കൂടിക്കാഴ്ചകളിൽ ഉണ്ടായിരുന്നുവെന്ന് ശബ്ദരേഖയിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. പാലക്കാട് ജില്ലയിലെ അബ്കാരികളുടെ പ്രത്യേക ദൂതനായ ബിജു മറ്റൊരു അബ്കാരിയോട് സംസാരിക്കുന്ന ശബ്ദരേഖയാണിത്. സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനായ ഹണിയും മറ്റ് 4 പേരും ചേർന്ന് തുടർ അറസ്റ്റുകൾ ഒഴിവാക്കാനായി ശ്രമിച്ചുവെന്ന് ഇതിലൂടെ വ്യക്തം. ഇതിന് കൈക്കൂലിയായി 10 ലക്ഷം രൂപ വാങ്ങിയെന്നും ശബ്ദരേഖയിൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ 5 ലക്ഷം രൂപ മധ്യസ്ഥ ചർച്ചയിൽ തന്നെ വാങ്ങിയെന്നും ശബ്ദരേഖയിൽ പറയുന്നു. 10 ലക്ഷം രൂപ സെറ്റിൽമെന്റ്, 5 രൂപ ഉണ്ടെന്ന് നമ്മുടെ കൊടുത്തു. ബാക്കി മധുവിനെ കൊണ്ട് മധുവിന്റെ കൊടുക്കാന്ന് പറഞ്ഞു. കമ്മീഷണർ അടക്കമുള്ള സാമ്പത്തികത്തിന്റെ കാര്യം ഒന്നും പറയണ്ട. നമ്മ പറഞ്ഞു അപ്പൊ പറഞ്ഞു ഞാൻ തിങ്കളാഴ്ച. അപ്പൊ മന്ത്രിയുടെ PS വിളിച്ചിട്ട് പറഞ്ഞു പ്രാഥമിക അന്വേഷണങ്ങളുടെ പോയിട്ട് മൊഴി കൊടുക്കണമെങ്കിൽ കൊടുക്കുക, വേറെ ഇനി യാതൊരു ഇഷ്യൂ ഇല്ല. 5 രൂപ കൊടുത്തു, കാശ് മേടിച്ചല്ലോ. പിന്നെ നമുക്ക് അധികാരിയായിട്ട് പറയാലോ. ധൈര്യമായിട്ടിരുന്നോ? ഇടത് സംഘടനാ നേതാവും അബ്കാരിയും അടുത്ത ബന്ധമുള്ള വ്യക്തികളാണെന്ന് ശബ്ദരേഖയിൽ തെളിയുന്നുണ്ട്. AKG സെന്റർ നേരിട്ട് നിയന്ത്രിക്കുന്ന സെക്രട്ടേറിയറ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കൂടിയാണ് ഹണി. ആക്രി വസ്തുക്കൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് കടത്തി 25 ലക്ഷം രൂപ നഷ്ടം വരുത്തിയ കേസിൽ പ്രതിയായ ഹണിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് CPM നേതാക്കൾ ഇപ്പോൾ നടത്തുന്നത്. ഈ ശബ്ദരേഖ സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണം നടന്നാൽ മുൻ എക്സൈസ് മന്ത്രിയായിരുന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിനീഷ്, ജനം, തിരുവനന്തപുരം. ചുറ്റും നടക്കുന്ന അതിക്രമങ്ങൾ തുറന്നു കാട്ടാൻ, നീതി നിഷേധത്തിനെതിരായ ശബ്ദമാകാൻ, ദേശവിരുദ്ധർക്കെതിരെയുള്ള മുന്നറിയിപ്പാകാൻ ജനസമക്ഷം കാക്കിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം.